IT വിദഗ്ധൻ, മാനേജ്മെന്റ് കൺസൾട്ടന്റ്, വിദ്യാഭ്യാസ വിചക്ഷണൻ. സർ 1997 സംരംഭക ജീവിതം ആരംഭിച്ചു. IT കമ്പനിയുടെ സ്ഥാപകൻ, സിലിക്കൺ സൈബർ ടെക് ലിമിറ്റഡിലെ. ഇതൊക്കെ മാത്രമോ? സർ കേരള സർവകലാശാല, MG സർവകലാശാല, കൊച്ചി സർവകലാശാല, കാലിക്കറ്റ് സർവകലാശാല എന്നിവിടങ്ങളിൽ MBA, BTech, BCA പരീക്ഷകൾക്ക് പരീക്ഷാജ്ഞനും ചോദ്യപേപ്പർ സെന്ററും ആയി സറും പ്രവർത്തിക്കുന്നു. ഇനി കിറ്റക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ്, കൊച്ചി മിനറൽസ്, റൂട്ടെ ലിമിറ്റഡ് തുടങ്ങിയ പ്രമുഖ ലിമിറ്റഡ് കമ്പനികൾ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കൺസൾട്ടന്റ് മെയിൻ. അപ്പൊ നോക്കിയേ, സാറിന്റെ വൈജ്ഞാനിക മേഖല എന്ന് പറയുന്നത് എത്ര വലുതാണ് അല്ലേ? അപ്പോ അത്രയും വൈജ്ഞാനിക മേഖലയിൽ നിന്നുകൊണ്ട് നമ്മൾ നിങ്ങളിപ്പോ ജസ്റ്റ് 10th കഴിഞ്ഞ് +1 കഴിഞ്ഞ് എന്റർപ്രണർഷിപ്പ് എന്താണെന്ന് ജസ്റ്റ് മീനിങ് കണ്ടുവരുന്നു. അപ്പൊ സാറിന് ഇത്ര വലിയ വൈജ്ഞാനിക തലത്തിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ സാറിന്റെ ആ എന്റർപ്രണർഷിപ്പിന്റെ ആ ഇൻട്രസ്റ്റ്, ആ താല്പര്യം, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, അതാണ് സാർ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളോട് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ സാറിന് വരാൻ സാധിച്ചത്. സാർ എന്റർപ്രണർ അല്ല, ഐഡിയ ഉണ്ടെങ്കിലേ ആരാവുള്ളൂ, എന്റർപ്രണർ ആവുള്ളൂ അല്ലേ? ഐഡിയയാണ് നമ്മളെ പുതിയ ബിസിനസ്സിലേക്ക് ലീഡ് ചെയ്ത് നമ്മളെ എന്റർപ്രണർ ആകും. എന്റർപ്രണറിന് വേണ്ട എല്ലാ ഗുണഗണങ്ങളും, ക്യൂരിയോസിറ്റി, ഡിസിപ്ലിൻ, പിന്നെ സ്ട്രോങ് ഡിറ്റർമിനേഷൻ, റിസ്ക് ബെയറിംഗ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എന്തൊക്കെയാണ് വേണ്ടത്, എല്ലാ ഗുണഗണങ്ങളും സാർ വളരെ ഡീപ്പായിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ സാർ പറഞ്ഞു തന്നത് ഒത്തിരി അധികമായിരുന്നു. സാർ പറഞ്ഞു തന്നത് അതാണ് നമുക്ക് ഈ സമയത്ത് കിട്ടിയത്. നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട, ഏറ്റവും എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് ഏറ്റവും വിലപ്പെട്ട വിവരം ഷെയർ ചെയ്യാനായിട്ട് സാറിനെ അവൈലബിൾ ആക്കി തന്നതിന് BRCക്കും വരാൻ സന്നദ്ധ കാണിച്ച സാറിനെ ഏറ്റവും അധികം നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ ഞാനിവിടെ നന്ദി അർപ്പിച്ചു കൊടുക്കും.